ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദുർഘടം പിടിച്ചതും വളരെ വിപുലവുമായ ഒരു ദിവസം അവസാനിപ്പിച്ച് അതിന്റെ അവസാന സമയത്ത് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിപ്പാനും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പഠിക്കുവാനൊക്കെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം കഴിഞ്ഞ കൂടിവരവുകളിൽ തുടർച്ചയായിട്ട് യൂദായുടെ ലേഖനത്തിൽ നിന്ന് പഠിച്ചു വരികയാണല്ലോ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് നമ്മെ പ്രബോധിപ്പിച്ച് അപ്പോസ്തലനായ വിശുദ്ധ യൂദ തന്റെ ലേഖനത്തിൽ എഴുതുകയും അങ്ങനെ താൻ ഇപ്രകാരം നമ്മളെ പ്രബോധിപ്പിച്ചെഴുതുമ്പോൾ ആരാണ് പോരാടേണ്ടതെന്നും നമ്മുടെ ശത്രു ആരാണ്, എങ്ങനെയാണ് നമുക്ക് ആ ശത്രുവിന്മേൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കൂടിവരവുകളിൽ ചിന്തിച്ചത്. അപ്പോൾ തന്റെ വാദഗതിയെ അപ്പോസ്തലനായ വിശുദ്ധ യൂദ സാധൂകരിക്കാനായിട്ട് പഴയ നിയമത്തിൽ നിന്ന് 2-3 ഉദാഹരണങ്ങൾ എടുത്ത് തന്നത് വിവരിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അഭക്തർക്ക്, നുഴഞ്ഞ് കയറി വരുന്നവർക്ക്, കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഉപയോഗിക്കുന്നവർക്ക്, ഏകനാഥനും കർത്താവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ന്യായവിധി ഉണ്ട് എന്നുള്ളത് പഴയ നിയമ ഉദാഹരണങ്ങളെ എടുത്ത് കാണിച്ച് അത് അടിവരയിട്ട് അപ്പോസ്തലൻ പ്രസ്താവിക്കുകയാണ്. ന്യായവിധി ഉണ്ട്. ഇതിന് 3 സംഭവങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിച്ചത്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വീണ്ടും അത് വായിക്കുവാനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തില്, വീണുപോയ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ, സോദോം ഗൊമോറ, ഈ ഉദാഹരണങ്ങളിലൂടെ അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുക, ന്യായവിധി ഉണ്ട്. ദൈവത്തിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടാത്തവരെ, ദൈവത്തോട് മറുതലിക്കുന്നവരെ, അവിശ്വാസികളെ, ദൈവത്തോട് മത്സരിക്കുന്ന അവിശ്വാസികളെ, പിറുപിറുക്കുന്നവരെ ദൈവം തീർച്ചയായിട്ടും ന്യായം വിധിക്കും. ഹല്ലേലൂയ. അങ്ങനെയൊന്നും ഇല്ല ബ്രദറെ, ഞങ്ങള് സഭയിൽ ഇരുന്ന് പ്രമാണങ്ങൾ തെറ്റിച്ചിട്ടും പ്രമാണങ്ങൾക്കെതിരായി ജീവിച്ചിട്ടും വഞ്ചന കാണിച്ചിട്ടും അവിശ്വസ്തത കാണിച്ചിട്ടും ദൈവം റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, ന്യായം വിധിച്ചില്ലല്ലോ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞാൻ ഒരാൾ മാത്രം തെറ്റി ഒഴിഞ്ഞു പോന്നു, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു, നശിച്ചു. അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലല്ലോ. എന്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്റെ കുടുംബവും മക്കളും ഒന്നും കൊള്ളയായി പോയില്ലല്ലോ. എന്നിട്ടും എനിക്ക് വെച്ചടി ഉയർച്ചയാണല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, യജമാനനെ ഞങ്ങൾ നല്ല വിത്താണല്ലോ വിതച്ചത്, എപ്പോഴാ വന്ന് കള വിതച്ചത്? ദുഷ്ടൻ വന്ന് കള വിതച്ചു. കർത്താവ് പറയാ, വേണ്ട, രണ്ടും ഒന്നിച്ച് നിന്നോട്ടെ. There will be a time. പിഴുത് തീയിൽ ഇട്ട് കളയുന്ന സമയമുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവിടുന്ന് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത വചനം.
മനുഷ്യനും ദൈവവും ഒന്നിച്ച് സംഗമിക്കുന്നത് വചനത്തില്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മനുഷ്യനും ദൈവവും ഒന്നിച്ച് സംഗമിച്ചതുപോലെ, യേശുവിൽ ഒന്നിച്ച് സമ്മേളിച്ചതുപോലെ ദൈവവചനത്തിലും ദൈവവും മനുഷ്യനും ഒന്നിച്ച് സമ്മേളിക്കുകയും. അങ്ങനെ എഴുതപ്പെട്ട ഈ വചനം പറയുക, there will be a judgment. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലൻ റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുക, അല്ലയോ സഹോദരന്മാരെ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്രകാരം അഭക്തിയോടെ, ഇപ്രകാരം ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഉപയോഗിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിക്കുവാൻ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നവരോട് അപ്പോസ്തലനായ പൗൽ ചോദിക്കുക, നിങ്ങൾക്കറിയത്തില്ല, ഡോണ്ട് യു നോ, നിങ്ങൾ ഏറ്റ സ്നാനം എന്തിനാ? നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് എന്തിനാ? അറിയുന്നില്ലയോ? എന്തിനാ? ക്രിസ്തുവിനോട് ചേരുവാൻ. ദൈവം അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുവാൻ, വൺ വിത്ത് ക്രൈസ്റ്റ്, കർത്താവുമായിട്ട് യുണൈറ്റഡ് ആവാൻ, അതിനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ 6-ാം അധ്യായം റോമാലേഖനം പഠിക്കുമ്പോൾ 6, 7, 8 അധ്യായങ്ങളിൽ വിശുദ്ധീകരണത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ 3 തലത്തിലുള്ള വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുക. ഒന്ന്, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. 2, പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. 3, മൂന്നാമത് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഈ 3 കാര്യങ്ങളാ 3 അധ്യായങ്ങളിൽ പറയുന്നത്. ദൈവം നിങ്ങൾ എവിടെ കിടന്നവരായിരുന്നു? നിങ്ങള് സ്ഥാനം തെറ്റി കിടന്നവരായിരുന്നില്ലേ? നിങ്ങൾ ഇരിക്കേണ്ടിടത്ത് ഇരുന്നവരായിരുന്നോ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച് നമ്മൾ എവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഇരുന്നവരായിരുന്നോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങളെ ഞാൻ വിളിച്ച് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയില്ലേ? അതോ നമ്മൾ എവിടെ ഇരുത്തി? ക്രിസ്തുവിലിരുത്തി. ഹല്ലേലൂയ. ഡോണ്ട് യു നോ? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എവിടെ ഇരിക്കുന്നവരാ നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ ബ്രദറെ, ഞാനിപ്പോ ഖത്തറിൽ ഇപ്പൊ ഈ IPC ദോഹ IPCയുടെ ഹാളിലായിരിക്കുന്നു, ഈ ചെയറിലായിരിക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അകത്തെ മനുഷ്യൻ അറിയാം ഞാൻ ആരാണെന്നും എന്നെ എവിടെയായിരുത്തിയിരിക്കുന്നു. എന്റെ പ്രിയരെ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഈ ഒരു ബോധ്യം, ഞാൻ ആരാണെന്നുള്ള ബോധ്യമാ നമ്മെ പാപത്തിന്റെ മുഖത്തു നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം. നമ്മുടെ ഉള്ളങ്ങൾ, ഞാൻ ആരാ, എനിക്കിത് ചെയ്യാൻ പ്രമാണമില്ല. ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നില്ലയോ? ഡോണ്ട് യു നോ? ഹല്ലേലൂയ. ഞാൻ പണ്ട് ഏതവസ്ഥയിലായിരുന്നു? ഞാൻ ആ ഭാഗം നമ്മളെ അൽഖോറിലെ കൂട്ടായ്മയിൽ പഠിപ്പിക്കുക, ഇപ്പൊ ആ ഭാഗത്തുനിന്ന് പഠിപ്പിച്ചു. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഞാൻ ഇന്നൊരു പിയൂണായിട്ടുള്ള ഒരു പൊസിഷൻ ഇരിക്കുക. ഒരു ഓഫീസിന്റെ പുറത്ത് ഒരു സ്റ്റൂളിൽ ഇരുന്ന് സാധാരണ കാക്കി ഉടുപ്പ് ഷർട്ട് ഇട്ടിരുന്ന ഞാന്, ദൈവം തന്റെ കൃപയാൽ എന്നെ എങ്ങനെയോ മാനേജറിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. നാളെ ഞാൻ ആ ഓഫീസിൽ വരേണ്ടത് പിയൂണായിട്ടല്ല. എന്റെ ഇരിക്കുന്ന സ്ഥലം മാറി, എന്റെ ഉടുപ്പ് മാറി, എന്റെ ചിന്താഗതി മാറി, എന്റെ പ്രവർത്തനം മാറി, എന്റെ മാനസിക ഭാവം മാറി, ഞാൻ വരുന്ന വാഹനം മാറി, എന്റെ ഓഫീസ് മാറി, എന്റെ സകലതും മാറി. മറ്റുള്ളവർ എന്നെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ നാളെ വന്നിട്ട് ആ സ്റ്റൂളെ ആ ഉടുപ്പേറ്റിരിക്കാനല്ല. നമ്മളെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊസിഷൻ മാറി പ്രിയരെ. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾക്ക് വീണ്ടും തുടർച്ചയായിട്ട് നമ്മളത് ചർച്ചിൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു അനുഗ്രഹം, ഇങ്ങോട്ടെടുക്കുമ്പോൾ അനുഗ്രഹമുള്ള നമ്മൾ പലപ്പോഴും നമ്മൾ ആരാണ്, നമ്മുടെ പൊസിഷൻ എന്താ? ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാനേജർ ആകാനായിട്ടല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. 7 ദിവസവും
ഹല്ലേലൂയ. നമ്മളെല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കും, കുളിക്കും, ആഹാരം കഴിക്കും, ഓഫീസിൽ പോകും, ഉടുപ്പ് മാറും, ഉടുപ്പ് ധരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളെല്ലാം എന്നും ചെയ്യുന്നതല്ലേ? എന്റെ പ്രിയരെ, അങ്ങനെയാണ് എങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ തുടർച്ചയായിട്ട് അന്ത്യത്തോളം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ അകത്തെ മനുഷ്യന് ആ ഒരു ബോധ്യം ഉണ്ടാവണം. പുറത്തുള്ളവർ, എന്റെ വീട്ടുകാർ, എന്റെ നാട്ടുകാർ, എന്റെ കൂട്ടുകാർ നോക്കുമ്പോൾ ഞാൻ സാധാരണ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളെ പോലെ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുന്നു, സാധാരണ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു, കുടുംബമായിട്ട്. പക്ഷെ എന്റെ അകത്തെ മനുഷ്യനറിയാം എന്നെ ഇരുത്തിയിരിക്കും. കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവൻ അവിടുത്തെ ഉയർപ്പിച്ച് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മയും അങ്ങനെയാ പ്രിയരെ. ഈ ഒരു ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കണം. ഞാൻ ആരാ? എനിക്കിത് ചെയ്യാൻ പ്രമാണമില്ല, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പ്രമാണമില്ല, എനിക്ക് അവരുടെ കൂടെ കൂടാൻ പ്രമാണമില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും, നോ, ബട്ട് വി ഓവർ റൂൾ ഇറ്റ്. അല്ലെ? അതല്ലേ എന്റെ സത്യം. വി ഓവർ റൂൾ ഇറ്റ്. നമ്മൾ അതിനെ അവഗണിച്ചു കളയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മളെ വെളിയിൽ വന്നിട്ടും നമ്മൾ ആ വിശുദ്ധിയിൽ വളരാത്തത്? പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. പ്രാക്ടിക്കൽ എന്ന് വെച്ചാല് പ്രായോഗികമായത്. ഒരു പ്രവർത്തനം എന്റെ ജീവിതത്തില് ഹബിച്വൽ അല്ലെങ്കിൽ ദിനംതോറും നടക്കുന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം ദിനംതോറും നടന്നെങ്കിൽ അത് പ്രോഗ്രസീവ് ആവുകയും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വിശുദ്ധനാവാനോ സ്പിരിച്വൽ ആവാനോ അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. 24/7. ഹല്ലേലൂയ. റോമാലേഖനം 6:11 എന്താ പറയുന്നത്? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവർ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. കൗണ്ട് യുവർ സെൽഫ്. നമ്മളെ തന്നെ എണ്ണണം. എണ്ണിയാൽ മാത്രം പോരാ. 16-ാം വാക്യത്തിൽ പറയുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഈൽഡ് യുവർ സെൽഫ് ടു ക്രൈസ്റ്റ്. നമ്മളെ വിളിച്ച വിളിക്കായി നമ്മളെ സമർപ്പിക്കണം പ്രിയരെ. എഹെസ്കേലിന്റെ പുസ്തകത്തിൽ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മശക്തിയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നീന്തിയിട്ടല്ലാത്ത ആത്മശക്തി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദേവാസിനോട് പറയുന്നത് കേട്ടല്ലോ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ആ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ വരുന്നത് എന്താണെന്നറിയോ? ജലം കഴുത്തിന് മുകളിലോട്ട് വന്നാൽ പിന്നെ ജലമായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആത്മാവിന്റെ ശക്തി അതുപോലെ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആത്മാവ് ചലിപ്പിക്കുന്നത് പോലെയായിരിക്കും. അതാ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു ആത്മശക്തി. പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത് ആത്മാവാ. കഴുത്തിന് മുകളിലോട്ട് വെള്ളം വന്നാൽ കാല് വിട്ടു, പിന്നെ വെള്ളം നമ്മളെ കൊണ്ടുപോകും. ആ നിലയിൽ ഒരു ആത്മ നിറവ് നമ്മളിൽ ഉണ്ടാകണം. അവിടെയാ നമുക്ക് ആ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ ഉള്ള ജീവിതം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമോ ബ്രദറെ? ഇങ്ങനെയൊക്കെ നടക്കുമോ ബ്രദറെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എതിരായിട്ടാ ഈ നുഴഞ്ഞു കയറി വരുന്നവരും പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ന്യായവിധിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മൾ നമ്മുടെ ജീവിതം നമ്മളങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, യൂദാപ്പസ്തലൻ പറയുക, കർത്താവ് വരും, മാനസാന്തരപ്പെട്ടില്ല, ഞാൻ എന്റെ വാളിന്റെ മൂർച്ച കൂട്ടും. ന്യായവിധി ഉറപ്പാ. ഹല്ലേലൂയ. എന്റെ വിളി ഞാൻ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്റെ വിളിക്കൊപ്പം ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കണം. സഭയിലുള്ള ഓരോ വ്യക്തിയും സമർപ്പിച്ച് ജീവിക്കണം. ആത്മനിറവ് പ്രാപിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം വ്യക്തിപരമായിട്ടും സഭയായിട്ടും ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തലനോട് ആഗ്രഹിക്കുന്ന, അപ്പസ്തലന്റെ ആഗ്രഹം അതാ.
ഹല്ലേലൂയ. നമ്മള് ഈ ചിന്തിച്ച യൂദാ അപ്പോസ്തലന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്തിച്ച 3 സംഭവങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തു കാണിച്ച ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും വീണുപോയ ദൂതന്മാരോടുള്ള ബന്ധത്തിലും സോദോം ഗോമോറയോടുള്ള ബന്ധത്തിൽ നിന്ന് നാം പഠിക്കേണ്ടുന്നത് എന്താണ് എന്ന് നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ കൂടി വരവ് അവസാനിപ്പിക്കാം. ഒന്നാമത് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തോടാണല്ലോ പറയുന്നത്. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇവിടെ സിൻ ഓഫ് ഇസ്രായേൽ എന്തായിരുന്നു? ഒന്നാമത്തെ സംഭവമാണ് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളുടെ പാപം എന്തായിരുന്നു? അവിശ്വാസം, മത്സരം. ദൈവത്തോടുള്ള മത്സരം, അവിശ്വാസം. ഹല്ലേലൂയ. ഈ അവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം വിട്ട് പിന്മാറി പഴയ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്റെ പ്രിയരെ, നമ്മുടെ ഓരോ അണുവിലും ദൈവം നടത്തും, ദൈവം പരിപാലിക്കും, ദൈവം സൂക്ഷിക്കും. അവനാണ് തുടങ്ങിയത്, അവൻ അവസാനിപ്പിക്കും. ഞാൻ കൂടെ നിന്ന്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വന്ന് എന്നെ നിന്ന് പഠിപ്പീൻ. ഹല്ലേലൂയ. എന്നിൽ നിന്ന് അടുക്കിലേക്ക് വന്ന് എന്നിൽ പഠിക്കുമ്പോൾ നുഖമില്ലെന്നല്ല കർത്താവ് പറയുന്നത്. നുഖമുണ്ട്, അത് മൃദുവും ലഘുവുമാ. കാരണം നുഖത്തിന്റെ ഒരു സൈഡിലെ നമ്മളുള്ളൂ, മറ്റേ സൈഡിൽ ആരാ? കർത്താവ്. അതുകൊണ്ട് ഇത് ലഘുവാ, ഇത് മൃദുവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. അവിശ്വാസത്തിലുണ്ടാ വിശ്വസിച്ചു പോകാതെ ഇസ്രായേൽ മക്കൾക്ക് വന്നത് നമുക്ക് വരാതെ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ സഹോദരൻ ഒന്ന് വായിച്ചാലോ, അത് എബ്രായർ 3-ന്റെ 1-2. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതുപോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാവുന്നു. എബ്രായ ലേഖനകർത്താവ് പറയുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പീഡനം കൂടിയപ്പോൾ വിശ്വാസം വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു നിൽക്കുന്ന എബ്രായ സഭയെ നോക്കി അപ്പോസ്തലൻ പറയുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ലുക്ക് അറ്റ് ജീസസ്. മോശ ഭവനത്തിലൊക്കെ, ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും വിശ്വസ്തനായിരുന്നു. അവിശ്വാസം ഉണ്ടായില്ല, മത്സരം കാണിച്ചില്ല. നമ്മൾ അത് ഏറ്റു പഠിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നു, ഒരണുവിൽ പോലും അവിശ്വസിച്ചില്ല, മത്സരം കാണിച്ചില്ല. ഹല്ലേലൂയ. നമ്മളും അത് ഏറ്റെടുക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ ജനം അങ്ങനെയല്ലായിരുന്നു. അവർ മത്സരവും അവിശ്വാസവും ഉള്ളവരായിരുന്നു. നമ്മൾ ആ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടുന്ന ഒരു കാര്യം അതാ. രണ്ടാമത്, വീണുപോയ ദൂതന്മാർ. അതിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ ദൈവത്തോട് അടുത്തിരുന്നവരാണ്, ദൈവത്തോട് ഏറ്റവും അടുത്തിരുന്നവര്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ആ ഭാഗത്ത് 6-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചാണ്. എന്താണ് സിൻ ഓഫ് ഏഞ്ചൽസ്? വീണുപോയ ദൂതന്മാരുടെ പാപം എന്തായിരുന്നു? ഹല്ലേലൂയ. അവരുടെ മത്സരമായിരുന്നു, അല്ലെ? ദൈവാധികാരത്തോടുള്ള മത്സരം. ദൈവാധികാരത്തിനെതിരായിട്ട്, ദൈവത്തെ അംഗീകരിക്കാതെ, അവിടുത്തെ അധികാരത്തെ അംഗീകരിക്കാതെ ദൈവത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിനെതിരായി മത്സരിച്ച ദൂതന്മാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആ 2-ാമത്തെ ഭാഗത്ത് കാണുന്നത്. മൂന്നാമത്, സിൻ ഓഫ് സോദോം ആൻഡ് ഗോമോറ. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ഇൻഡൾജിങ് ഇൻ അൺനാച്ചുറൽ സെക്സ്, പ്രകൃതി വിരുദ്ധ ലൈംഗികത, വൈകാരിക സുഖം പ്രാപ്തിക്കായിട്ടുള്ള ശ്രമം. നമ്മൾ ഈ 3 സംഭവങ്ങൾ ഇവിടെ എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3ഉം അപകടം നിറഞ്ഞതാ. എന്ത്? അവിശ്വാസം, ദൈവാധികാരത്തിനെതിരെയുള്ള മത്സരം, വൈകാരിക സുഖ സംതൃപ്തിക്ക് പുറകെയുള്ള നമ്മുടെ ഓട്ടം. ഇത് 3ഉം അപകടം നിറഞ്ഞതാ. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്,
ഈ ദുരുപദേശം പഠിപ്പിക്കാനായിട്ട് സഭയിൽ നുഴഞ്ഞു കയറി വരുന്നവർ പഠിപ്പിക്കുന്നത് ഇതാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഹല്ലേലൂയ. ഇതായിരുന്നു പഠിപ്പിക്കുന്നത്. എന്താ? നമ്മുടെ കർത്താവ് ദൈവമാണെന്നൊന്നും വിശ്വസിക്കേണ്ട, കർത്താവിന്റെ അധികാരത്തിന് കീഴ്പ്പെടേണ്ട, അല്ലെങ്കിൽ വൈകാരിക സുഖ സമൃദ്ധിയാണ് ഇമ്പോർട്ടന്റ്. എന്റെ പ്രിയരെ, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇനി ശരീരം കൊണ്ട് എന്തുമാകാമെന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ഉണ്ട് പ്രിയരെ. ശരീരം ഈ മണ്ണിലേക്ക് പോകാനുള്ളതാ, ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ലേ, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന വികലമായ ടീച്ചിങ് ഉണ്ട്. ഇത് ഇങ്ങനെയുള്ളവരാ, ഈ നുഴഞ്ഞു കയറി വരുന്നവരാ, ഐക്യപ്പെടാതെ സഭയിൽ കടന്നു വന്ന് നമ്മുടെ ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യത്തെ മറിച്ചു കളയാൻ വരുന്നവരാ. ഹല്ലേലൂയ. അവര് പറയുന്നത് വചനത്തിന്റെ കീഴ്പ്പെടാനല്ല, വചനത്തിന്റെ നമ്മുടെ മേലുള്ള അധികാരത്തിന് കീഴ്പ്പെടാനല്ല, ഞങ്ങൾ പറയുന്നതിന് കീഴ്പ്പെടുക. അതുകൊണ്ടാണല്ലോ നമ്മളെ ഫോക്കസ്, എന്റെ പ്രിയരെ, നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മളെപ്പോഴും കീഴ്പ്പെടേണ്ടത് വചനത്തിനാ, ഒരു വ്യക്തിക്കുമായിരിക്കരുത്. ഒരു വ്യക്തിക്ക് നമ്മൾ ഓർക്കണം, പതുക്കെ പതുക്കെ ഇവൻച്വലി എന്റെ ജീവിതത്തില് എന്റെ ആ ഒരു എനിക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഇൻഫ്ലുവൻസ് വചനത്തിനേക്കാൾ അധികം ദൈവദാസന്മാരിലേക്ക് പോകുന്നുണ്ടോ? മാറ്റിക്കോണം. ഇവരൊക്കെ മാറിപ്പോകാം, ഇവരൊക്കെ തെറ്റിപ്പോകാം, പക്ഷെ മാറ്റമില്ലാതെ നിൽക്കുന്നത് ദൈവവചനം മാത്രമാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. തെറ്റൊരാൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഹല്ലേലൂയ. ഇതാണ് അവരുടെ ടാക്ടിക്. യൂദാപ്പസ്തലൻ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് അറിയാതിരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്യാഗം എന്റെ പേഴ്സണൽ ലൈഫിലും സഭയിലും ഉണ്ടാകാതിരിക്കാൻ നാം പോരാടണം. പ്രസംഗിയായ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, നീ നിന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തുകൊള്ളുക. അപ്പൊ വാക്യം വെച്ചല്ലോ, 1 തിമോത്തിയോസ് 4:16 വാക്യം. 1 Timothy chapter 4 verse 16. നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇത് ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇത് പ്രസംഗകനോട് പറയുക, പ്രസംഗക, നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം, നീ നിൽക്കുന്ന ഉപദേശം എന്താണെന്ന് സൂക്ഷിക്കുക, എന്നിട്ട് പ്രസംഗിക്കാവൂ. കാരണം അല്ലെങ്കിൽ നിന്റെ പ്രസംഗം കേൾക്കുന്നവരും തെറ്റിപ്പോകും. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റെടുക്കാം, ഇത് നാം ഏത് ഉപദേശത്തിൽ നിൽക്കുന്നു, അത് വളരെ ഇമ്പോർട്ടന്റാ. നമ്മൾ ഏത് ഉപദേശത്തിൽ നിൽക്കുന്നു, ഏതും കേൾക്കാം, ഒക്കെ അതിനകത്ത് നല്ലത് എടുക്കാം, ചീത്തത് കളയാം. നോ, അങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവവചനം കൃത്യമായിട്ട് അറിയാവുന്നവർക്കറിയാം, ഒരു വ്യക്തി ആ വ്യക്തി ഏത് ചർച്ചിലാ പോകുന്നു പറയുമ്പോൾ ആ വ്യക്തിയുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും, അല്ലെ? അവരുടെ ഫോക്കസ് എവിടെയാ, അവരെങ്ങോട്ട് ഫോക്കസ് ചെയ്ത് യാത്ര ചെയ്യുന്നവരാ. ഹല്ലേലൂയ. അവര് പഠിപ്പിക്കുന്നത് യു വിൽ ബി ദ വിന്നർ. വചനം പഠിപ്പിക്കുന്നത് യു ആർ എ സിന്നർ, അല്ലേ? We are sinners. Hallelujah. പാപത്തെയും പാപബോധത്തെയും കർത്താവ് കാൽവരിയിൽ ഒരുക്കിയ ആ രക്ഷാ പദ്ധതിയെയും കുറിച്ച് പഠിപ്പിക്കാത്ത ഉപദേശത്തിൽ ഒന്നും ചെന്ന് നിൽക്കരുതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായിരുന്നു നമ്മൾ വിട്ടുപോകുന്നത്, അങ്ങോട്ട് പോയാൽ പോരെ. അതിനാണോ നമ്മൾ അവിടുന്ന് കൂട് വിട്ട് നാട് വിട്ട് വീട്ടുകാരെ വിട്ട് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് നിന്ന് നമ്മൾ ഇവിടെ വന്ന് ഡിസ്കോ കാണിക്കാൻ? അത് പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്രകാരം നമ്മുടെ വിശുദ്ധിയും സഭയുടെ ഐക്യവും നമ്മുടെ വിശ്വാസവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? പ്രായോഗികമായിട്ട് നാം എന്ത് ചെയ്യണം? ആ 1-2-3 കാര്യങ്ങളോട് ചിന്തിച്ച് അവസാനിപ്പിക്കാനുള്ള സമയമുള്ളൂ. നമ്മൾ ആ തിയറിയൊക്കെ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു. പ്രായോഗിക ലൈഫിൽ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഇതിനെ, അല്ലെങ്കിൽ എന്റെ ആ സഭയുടെ ഐക്യവും വിശുദ്ധിയും, പേഴ്സണൽ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എന്റെ വിശുദ്ധിയും എന്റെ വിശ്വാസവും എനിക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും? ഒന്നാമത് വചനത്തോടുള്ള ബന്ധത്തിലാണ്. വചനത്തോടുള്ള ബന്ധത്തിൽ നാം എന്ത് ചെയ്യണം പ്രായോഗികമായിട്ട്? എന്റെ പ്രിയരെ, we must all know the word of God. ദൈവ വചനത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതാണ് ഒന്ന്. ഓരോ വിശ്വാസിക്കും ദൈവ വചനത്തിൽ പരിജ്ഞാനം വേണം. ഹല്ലേലൂയ. അതിന് ദൈവവചനം എന്താണെന്ന് സഭയിൽ പഠിപ്പിക്കണം. ഓരോ ലോക്കൽ ചർച്ചുകളും ബൈബിൾ കോളേജുകളായിരിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നവര് 8, 10, 20 വർഷം കഴിഞ്ഞവരോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രിയരെ, നമുക്കറിയാം നമ്മുടെ കർത്താവ് സ്നേഹനിധിയ, ദയാലുവ, ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഞ്ഞും മഴയും പെയ്യിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴം, വചനത്തിന്റെ വ്യാപ്തി, വചനത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ വചനമാണ് നമ്മുടെ സങ്കടഘട്ടങ്ങളിൽ, ദുർഘടഘട്ടങ്ങളിൽ, കഷ്ടതയുടെ നടുവിൽ നമ്മളെ നിലനിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്. ഈ വചനത്തിന്റെ വെളിപ്പാടും വചനത്തിന്റെ പരിജ്ഞാനവും നമുക്ക് വേണ്ടത്. ലോക്കൽ ചർച്ചിൽ അതാണ് വേണ്ടത്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ആരെങ്കിലും പറയുന്നുണ്ട് ഇവിടെ വചനം മാത്രമേ ഉള്ളൂ, വചനം കേൾക്കരുതേ, അത് വേറെ ആത്മാവാ. കർത്താവ് വന്നിട്ട് എന്താ പഠിപ്പിച്ചത്? എന്റെ പ്രിയരെ, ക്രിസ്ത്യൻ റിലീജിയൻ ഈസ് എ ടീച്ചിങ് റിലീജിയൻ. കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പഠിപ്പിക്കുവിൻ. ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിക്കുവിൻ, വചനം പ്രസംഗിക്കുവിൻ, മാനസാന്തരം രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1, വചനം പഠിക്കണം. 2, അതിൽ പഠിക്കണമെങ്കിൽ സത്യവചനം പ്രസംഗിക്കപ്പെടണം. സത്യവചനം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരായി ദുരുപദേശക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞെന്താ? അവർ ഈ കൃപ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും, കാര്യസ്ഥൻ വന്നിട്ട് എന്നിൽ നിന്നുള്ളത് നിങ്ങൾക്ക് തരും. ഞാനെന്താ? ഈ വചനമാ, എഴുതപ്പെട്ട ഈ വചനം എന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താ? എന്റെ മനസ്സ് ഇതിനകത്താ. എന്നിൽ നിന്ന് തരുന്നു പറഞ്ഞാൽ, എന്റെ പ്രിയരെ, പരിശുദ്ധാത്മാവ് വചനവിരുദ്ധമായിട്ട് ഒന്നും നമുക്ക് ചെയ്യില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വചനം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അത് ആത്മാവിന്റെ പ്രവർത്തനം അല്ല. ഹല്ലേലൂയ. ഈ ദുരുപദേഷ്ടക്കാരുടെ രീതി, അവർക്കും അറിയാൻ മേല, മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ഒരു പുകമറയൊക്കെ ഉണ്ടാക്കി ഒരു മിസ്റ്റിക്കൽ വേർഡിലൊക്കെ കൊണ്ടുപോയി നിർത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഉണ്ടല്ലോ, ലോജിക്കലാ, വളരെ ലോജിക്കലാ. ഇതൊരു ഫാന്റസി വേൾഡ് ഒന്നുമല്ല. കൊതുമ്പ് വള്ളത്തെ പസഫിക് സമുദ്രം ക്രോസ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള വിശ്വാസമൊന്നും അല്ല നമ്മുടെ വിശ്വാസം. അതൊക്കെ മൂഢമായ വിശ്വാസം, വളരെ ലോജിക്കലാ. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. പ്രായം പറയുന്നില്ലേ, തിമിംഗലം നമ്മുടെ വിഴുങ്ങിയില്ലോ, പേര് പറഞ്ഞില്ല, യോനായെ വിഴുങ്ങി എന്ന് പറയുന്നത്. ഇപ്പൊ യോന തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് ഈ വചനം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം പറഞ്ഞത് കർത്താവാണ്.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് പറഞ്ഞത് ലോജിക്കിലാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവവചനത്തെ സത്യമായിട്ട് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും ഒരു ബൈബിൾ സ്റ്റുഡന്റ് ആയിരിക്കണം പ്രിയരെ. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും ദൈവവചനം സ്ഥിരമായിട്ട് പഠിക്കുന്നവരെ ആത്മീയമായിട്ടും വിശുദ്ധിയിലും വളരുകയുള്ളൂ. There is no doubt about that. ദൈവവചന വായനയും ദൈവ പ്രാർത്ഥനയും ദൈവവചനവും പഠനമില്ലാത്തവർ ആത്മീയമായിട്ടും വളരില്ല, അവർ പാപത്തെ ജയിക്കുകയുമില്ല. ഉറപ്പാ. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുവിൻ, സദാൻ നിങ്ങളെ വിട്ടുപോകും. ദൈവവചനത്തോട് അടുത്ത് വരുവിൻ. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ദൈവവചന പാരായണവും ഇല്ലാതെ don't think that you are leading a spiritual life. It is not. നിങ്ങളൊരു മായാ ചിന്തയിലാണ്. അങ്ങനെയൊന്നുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ബൈബിൾ സ്റ്റുഡന്റ് ആയിരിക്കണം പ്രിയരെ. നമുക്കിപ്പോൾ ഓൺലൈൻ മീഡിയാസ് എന്തോരമുണ്ട് അവൈലബിൾ ആണ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം നിങ്ങൾക്ക്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ലിങ്ക്സ് ഉണ്ട് മലയാളത്തില്. ഒരു 200 പേജിന്റെ നോട്ട് പുസ്തകം വാങ്ങിച്ചിട്ട് പേരൊക്കെ എഴുതി ഒരു പുസ്തകത്തിന്റെ പേരെഴുതി പഠിക്കാൻ തുടങ്ങാം. ഓരോ ദിവസവും ഓരോ ക്ലാസ് കേൾക്കും. നമുക്കിവിടെ ആഴ്ചയിൽ ഒന്നല്ലേ ഉള്ളൂ. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം നമുക്ക് തരുന്ന കൃപ തരുമ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തോണം. ഞാൻ ഓർക്കുന്നു 2015 മുതൽ 2019 വരെ ഏകദേശം ഒരു 4-5 വർഷം ദൈവം എന്നെ ആ നിലയിൽ വചന പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങളെല്ലാം പഠിക്കാനായിട്ടുള്ള കൃപ തന്നു. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് വളരാനായിട്ട് സാധിക്കത്തില്ല പേര്. അതുകൊണ്ടാ ദൈവത്തിന്റെ ശരിയായ ഇടയന്മാർ, ആടുകളെ കുറിച്ച് മനോഭാരമുള്ള ഇടയന്മാർ, അവര് ദൈവവചന പഠിപ്പിക്കരുത്. ബൈബിൾ ക്ലാസ് മിസ്സാക്കില്ല. ദൈവസഭയില് മസ്റ്റായിരിക്കും. സഭായോഗത്തിലും അവരുടെ പ്രസംഗവും ബൈബിൾ ക്ലാസ്സുകളായിരിക്കും. നമുക്ക് എന്തിനാ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള നമ്മളെ ഉത്തേജിപ്പിക്കുന്ന പ്രസംഗം നമ്മൾ കേൾക്കണോ? നമ്മളെ ഉത്തേജിപ്പിക്കേണ്ടത് കർത്താവിന്റെ കാൽവരി മരണത്തെയും നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കണം അവന്റെ രക്ഷയെ കുറിച്ച്. കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടു, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കൈ തന്നെ ഉയരുന്നില്ല എങ്കിൽ you need to sit back and contemplate. Am I positioned correctly? നിന്റെ പ്രശ്നമെല്ലാം മാറും. നിനക്ക് ഇപ്പൊ ഇത് വരും എന്ന് പറയുമ്പോ എല്ലാരും കൈവെക്കും. നമ്മളതിനൊന്ന് മനസ്സിലാക്കാണ്ട് ഞാൻ പറഞ്ഞ ഹല്ലേലൂയ. എവിടെയാ കൈവൊക്കി സ്തോത്രം പറയേണ്ടത്, എവിടെയാ കുറച്ചായിട്ടിരിക്കേണ്ടെന്ന് അറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ സിയോനിലേക്കുള്ള യാത്രയായി ചെയ്യുന്നവരാണല്ലോ. അവരുടെ ആഗ്രഹം അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അയ്യോ ദൈവം എനിക്ക് വേണ്ടി കാൽവരി യാഗമാക്കിയല്ലോ, എനിക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നല്ലോ, അവിടുത്തെ കൃപയാണല്ലോ. ഹല്ലേലൂയ. അത് ഈ നിത്യതയെക്കുറിച്ചുള്ള ആ വെളിപ്പാടും ആ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ആ സ്വപ്നങ്ങളും നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുമ്പോൾ എത്രയും വേണ്ട അങ്ങനെ എന്നാ മതിയല്ലോ എന്നുള്ള ആഗ്രഹമുണ്ടാവും. അതുകൊണ്ടാ ശരിക്കും വീണ്ടും ജനിച്ചവർ ചില സമയത്തൊക്കെ തോന്നും മരിച്ചു പോയിരുന്നെങ്കിൽ വേറെ കർത്താവിന്റെ അടുക്ക പോകാറുണ്ടോ. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഹല്ലേലൂയ. ഈ ലോകം വിട്ടുപോയി കർത്താവിന്റെ അടുക്കിലേക്ക് പോകാമല്ലോ. ആ ഒരു പ്രത്യേക ഹല്ലേലൂയ. പ്രസംഗപീഠത്തിൽ നിന്ന് ദൈവവചനം സത്യവചനം പ്രസ്താവിക്കണം. വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിപ്പിക്കണം. അങ്ങനെ പറയണം പ്രിയരെ. കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റി. അതിന് ഏത് ദൈവദാസന്മാരും നമ്മുടെ ഫീലിങ്സിനെ നമ്മളെ പേടിപ്പിച്ചാലും ഡോണ്ട് വറി. ദൈവവചനത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഒരു ഗ്രൂപ്പ്. വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. രണ്ടാമത് പ്രയർ. വാച്ച് ആൻഡ് പ്രേ. സദാകാലത്തും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട്, സഭ പൊതുവിലുള്ള വിശ്വാസത്തിലും നമ്മുടെ പേഴ്സണൽ വിശ്വാസത്തിലും നമുക്ക് നിലനിന്ന് പോകാനായിട്ട് പ്രയർ, വാച്ച് ആൻഡ് പ്രേ. ഹല്ലേലൂയ. ഉറങ്ങുവാൻ സമയമില്ല.
ഹല്ലേലൂയ. കാരണം എന്താ? ഈ ദുഷ്ടൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും നിന്നെ ചാടിക്കറി പിടിച്ച് അവന്റെ വരുതിയിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ ജയിച്ചു നിൽക്കണമെങ്കിൽ ഇരുന്ന് ഉറങ്ങാനായിട്ടല്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഹല്ലേലൂയ. ആത്മീയ നേതൃത്വം കൊടുക്കുന്നവർ പ്രത്യേകിച്ച് എപ്പോഴും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരിക്കലൊരു ദൈവദാസന് പ്രകാരം പറഞ്ഞു, ഞാനൊന്ന് എന്റെ കണ്ണൊന്ന് വെട്ടിയാൽ, ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ കണ്ണിങ്ങനെ ഉറങ്ങാതെ കണ്ണടയ്ക്കാതെ ഇങ്ങനെ സഭയെ നോക്കി. അത് ദൈവദാസൻ, ഞാൻ പുള്ളിയെ പുകഴ്ത്താട്ടില്ല, പുള്ളി ആ സഭയോടുള്ള ആ ഇടയന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ദൈവദാസൻ പറയാം. ഒരു സംഗതി കേട്ടോ, എന്റെ കണ്ണൊന്നും അറിയാം. അങ്ങനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടമല്ലേ, അതിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടതല്ലേ. ഹല്ലേലൂയ. ജാഗ്രതയുള്ളവർക്ക് സഭയിലെ സ്ഥാനവും അംഗത്വവും സ്നാനവും ഒന്നും റോമാലേഖനം 6-7 അധ്യായങ്ങളൊന്നും പഠിപ്പിക്കാതെ കൊടുക്കരുത്. ഒരു വ്യക്തി സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ സഭയിൽ അത് ഉണ്ടായിരിക്കണം. റോമാലേഖനം 6 അധ്യായം തീർച്ചയായിട്ടും ആ വ്യക്തിയെ പഠിപ്പിച്ചിരിക്കണം. ഇതൊക്കെ വളരെ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രിയരെ. അങ്ങനെ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അല്ലാതെ വരുന്നവരായി പ്രശ്നം ഉണ്ടാക്കുന്ന സഭയെ ഭിന്നിപ്പിച്ചു കളയുന്നത്, ദുരുപദേഷ്ടക്കാലം കൊണ്ടുവരുന്നത്, നുഴയിപ്പിച്ച് അകത്ത് കയറ്റുന്നതൊക്കെ എവിടാ? അവർക്കറിയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരെ ബൈബിൾ സ്കൂൾ ടീച്ചേഴ്സ് ആകാവൂ, സഭയിൽ പ്രബോധിപ്പിക്കാവൂ. അല്ലാതെ സഭയിൽ ഒത്തിരി നാള് സഭയിലായിരുന്നു എന്ന് കുറച്ച് പ്രായം കൊണ്ടാരും മൂപ്പന്മാരും പ്രബോധകന്മാരും ആകുന്നില്ല പ്രിയരെ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അതാ നമ്മുടെ ഉള്ളിലാവുന്നത്. ബൈബിൾ ടീച്ചേഴ്സ്, സഭയിൽ പ്രബോധിപ്പിക്കുന്നവർ, സഭയിൽ സങ്കീർത്തന പ്രബോധനം നടത്തുന്നവർ ദൈവകൃപ പ്രാപിച്ച് ദൈവവുമായിട്ടുള്ള ഏകീഭാവത്തിൽ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ആർക്കും എന്തും ഒന്ന് പറയാൻ പറ്റുന്ന രീതിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ സങ്കീർത്തനം പ്രബോധിച്ച് പറഞ്ഞു, മറ്റുള്ള സഭകളിലേക്ക് നോക്കിക്കേ. നമ്മുടെ സഭയിൽ ആർക്കും എന്തും പറയാം. മറ്റുള്ള എപ്പിസ്കോപ്പൽ ചർച്ചിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളല്ലാതെ ഒരു വ്യക്തിക്ക് ആ പുൾപിറ്റിൽ കയറുന്ന ഒരു അക്ഷരം ഇടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് അതെങ്കിലും ഉണ്ട്. അത്രയും ഒരു റെസ്ട്രിക്ഷൻ. നമുക്കതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം നമ്മുടെ സഭയ്ക്ക് ഡിസേൺമെന്റ് ഉണ്ടാവണം. ഡിസേൺമെന്റ്, ഈ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നുള്ള ഒരു ഡിസേൺമെന്റ് ഉണ്ടാവണം. ദൈവമക്കളെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആരാണ് ദൈവമക്കൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർ എന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പുതിയ നിയമങ്ങളൊന്നുമായിട്ട് വരുന്നതല്ല എന്റെ പ്രിയ, ദൈവവചനത്തിന്റെ ആലോചനയാണ്. ഇങ്ങനെയാ പ്രായോഗികമായിട്ട് നമ്മൾ സഭകളിൽ ചെയ്യേണ്ടത്. എന്നാലേ ഈ വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ എന്റെ പ്രിയരെ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടല്ലേ നമുക്കിത് നമ്മുടെ കരങ്ങളിലേക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കാണ്ട്, ഈ ബൈബിൾ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കിട്ടിയില്ലായിരുന്നെങ്കിൽ, ചിന്തിച്ചു, ഇത് ഹിന്ദിയിലായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയും എളുപ്പത്തിൽ മനസ്സിലാവുമായിരുന്നു. ഹല്ലേലൂയ. ഒന്നാമത് വചനത്തോടുള്ള ബന്ധത്തിൽ, 2 പ്രാർത്ഥന, 3 സ്പെൻഡിങ് അവർ മണി. അതെന്താ ബ്രദറെ സ്പെൻഡിങ് മണി? സഭ പണം കൊടുക്കുന്നത് ആർക്കും ദൈവവേലയ്ക്കെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അറിഞ്ഞിരിക്കണം ഈ പണം എന്തിനുപയോഗിക്കുന്നു. ഇത് സത്യവചനം പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുവോ എന്ന് അറിഞ്ഞിരിക്കണം. അത് സഭയായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും. കാരണം ദൈവം നമുക്ക് തന്ന സമ്പത്തിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയരെ. ഒരു വാക്യം വായിക്കുമ്പോൾ ഞാൻ പറയുന്നതിന് അല്പം കൂടെ ക്ലിയർ ആവും. 2 ദിനവൃത്താന്തം 19 അധ്യായം 2 വാക്യം, സമയം പോലെ ഞാൻ തന്നെ വായിക്കാം. യഹൂദ രാജാവായ യെഹോശാഫാത്ത് യെരൂശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റിയിരുന്നു. യഹോശാഫാത്ത് രാജാവിനോട്,
രാജാവേ, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയിങ്കൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. പ്രവാചകൻ പറയുക രാജാവിനോട്, എന്റെ പ്രിയരെ, നമുക്ക് അതിന് പ്രമാണമില്ല. ദൈവപ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ എക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യേണ്ട. നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് കാരണം നമുക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പണം കൊടുത്തതിന്റെ റെസ്പോണ്ട്. നോ, ദൈവത്തിന്റെ കോപം വരുന്നു എന്ന പ്രവാചകനോട് രാജാവിനോട് പറയുന്നത്. ദുഷ്ടനോട്, ദൈവപ്രമാണത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടനോട് നീ ഈ സഹതാപം കാണിക്കണ്ട, സഹായം ചെയ്യുന്നത് വിഹിതമോ? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ചിലരോടൊക്കെ തരത്തില്ലെന്ന് പറയാനുള്ള ഒരു പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കും. തരത്തില്ല, ഇത് വേറൊന്നും കൊണ്ടല്ല. കാരണം ദൈവം തന്റെ കൃപയിൽ നമുക്ക് തന്നതാ ഈ ജോലിയും ഈ പണവും ഈ സമ്പത്തും. എനിക്ക് തരാതെ വേറെ ആൾക്ക് കൊടുക്കായിരുന്നു. എന്റെ പോസ്റ്റിൽ വേറെ ആളെ ദൈവത്തിന് കൊണ്ടുവരായിരുന്നു. നമ്മളത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഹല്ലേലൂയ. മണി സ്പെൻഡ് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ അത് സഭയായിട്ടും കുടുംബങ്ങളായിട്ട് വിശ്വാസികളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഞാനങ്ങ് കൊടുത്തു, പിന്നെ എന്റെ റെസ്പോണ്ടോ, നമ്മൾ എന്തിനു പോകുന്നു, ഇതെവിടെ പോകുന്നു? ഹല്ലേലൂയ. കാരണം ഞാൻ 2020 മസ്കറ്റിലായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളങ്ങളിൽ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഒരു കൃപ വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു കൃപ ഇല്ലായിരുന്നു കേട്ടോ. ഏതോ ഒരു പൊസിഷനിൽ ഏതോ ഒരു സമയത്ത് ദൈവം എനിക്ക് ആ കൃപ വന്നു കൊടുക്കാനായിട്ട്. അതൊരു കൃപയാ. നമ്മള് മക്കതോനിയ സഭയിലെ വിശ്വാസികൾക്ക് ലഭിച്ച കൃപയെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നാൽ എന്റെ ഉള്ളുകളിൽ പറഞ്ഞു, ഇത് നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ മതിയോ? നോ നോ നോ. അന്നിവിടെ ഉണ്ടായിരുന്ന ദേവദാസനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു 3-4 നോർത്ത് ഇന്ത്യയിൽ ജെന്യൂനായിട്ട് ദൈവനാമത്തെ ഉയർത്തുന്ന ദേവദാസന്മാരുടെ അക്കൗണ്ട് നമ്പർ തന്നെ ഞാൻ അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഐ വാസ് ഷുവർ ദാറ്റ് ദിസ് ഈസ് റീച്ചിങ് ഇൻ ദ റൈറ്റ് ഹാൻഡ്. അല്ലാതെ നമ്മളെ ഒന്ന് പുകഴ്ത്തുകയും പൊക്കുകയും ചെയ്യുന്നവർക്ക് പൈസ കൊടുത്ത് അത് അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അതൊന്നും അല്ല ദൈവവചനത്തിന്റെ പട്ടിപ്പീര് അടിസ്ഥാനം അങ്ങനെയല്ല. മൂന്നാമത് മണി, 4-ാമത് നമുക്കൊരു വേർപാടുണ്ടായിരിക്കണം. ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരു വേർപാട്. അതായത് കർത്താവിന്റെ കൃപയെ നിഷേധിക്കുന്നവരോടോ ദൈവത്തോട് മറുതലിക്കുന്നവരോടോ അല്ലെങ്കിൽ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരോടോ കൂട്ടായ്മയൊന്നും വേണ്ട. ചില ദേവദാസന്മാർ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അവിടെ പോയെന്ന് പ്രസംഗിച്ചാൽ അവർ കേൾക്കുമല്ലോ. അവർ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ തെറ്റായ ഒരു ഇൻഫർമേഷനാണ്, തെറ്റായ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് സമൂഹത്തിൽ. നിങ്ങളല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ, ചില ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദേവദാസന്മാര് തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന സഭകളിൽ അവർ പ്രസംഗിക്കാൻ പോകാറില്ല. കാരണം അത് വേറൊരു സന്ദേശമാ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അവരോടുമായിട്ട് നമുക്ക് കൂട്ടായ്മ പറ്റില്ല. വ്യക്തികളോടൊന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. വ്യക്തികളോടല്ല. അതായത് സ്വന്തം വയറിന് വേണ്ടി ദൈവവചനത്തെ ഉപയോഗിക്കുന്നവർക്ക് അവരോട് കൂട്ടായ്മ വേണ്ട. ഹല്ലേലൂയ. തെറ്റായ ഉപദേശിക്കുന്നവരുടെ സഭയിൽ പോയി അവരുമായിട്ടുള്ള ഒന്നിച്ചുള്ള അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ആ വേർപാട് കാണിക്കണം പ്രിയര്. ഹല്ലേലൂയ. സഭ ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, കൂട്ടായ്മ നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ. ചില വിശ്വാസികൾ എങ്ങനെയുണ്ട്, അവർ ആ സഭയിലും പോവും ഈ സഭയിലും പോവും, എല്ലാ സഭയിലും. ദൈവവചനത്തിന്റെ ഉറപ്പുണ്ടെങ്കിൽ, ദൈവവചനത്തിന്റെ ഉറപ്പുള്ള സഭയിൽ മാത്രമേ, ആ വചനത്തിന്റെ ഉപദേശ സത്യത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഞാൻ ആരാണെന്നുള്ള ഒരു പിക്ചർ ആ സ്ഥലത്തുള്ളവർക്ക് കൊടുത്തിരിക്കണം. ഒരു 50% ടെംപ്റ്റേഷനിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായി? നമ്മളൊരു പുതിയ ഫ്ലാറ്റിൽ താമസിക്കാൻ ചെന്നു, ഒരു പുതിയ സ്ഥലത്ത് താമസിക്കാൻ ചെന്നു. അവിടെ ഉള്ളവർ അറിഞ്ഞിരിക്കണം, ഞാൻ വേർപെട്ട വിശ്വാസിയാ, ഞാൻ ദൈവമകനാ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ചവനാ, ഞാൻ ബോൺ അഗെയിനാ, എന്റെ കുടുംബം ബോൺ അഗെയിനാ. അത് മറ്റുള്ളവർ അറിഞ്ഞാൽ പലതിൽ നിന്നും നമ്മളെ
അകറ്റുപറ്റും. അങ്ങനെ ചെയ്യാത്തവരെ എനിക്കറിയാം. കാരണം അവർക്കത് അവർ അറിഞ്ഞാൽ പിന്നെ വിളിക്കില്ല, അതുകൊണ്ട് അറിയാതെ ഹൈഡ് ചെയ്തു. അങ്ങനെയല്ല. ഹല്ലേലൂയ. അത് നമ്മുടെ പേഴ്സണൽ വിശ്വാസത്തിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഈ 5, 6, 7 വാക്യങ്ങൾ നാം പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ പ്രായോഗികമായിട്ട് ദൈവവചനത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ, പ്രാർത്ഥനയും ഉപവാസത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ, എനിക്ക് ദൈവം തന്ന സമ്പത്ത് ഞാൻ വിനിയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, വേദാടിസ്ഥാനത്തിലുള്ള വേർപാടിനോടുള്ള ബന്ധത്തിൽ കർത്താവേ ഞാൻ എങ്ങനെയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനാടിസ്ഥാനത്തിലാണോ ഞാൻ നിൽക്കുന്നത്? 2 യോഹന്നാന്റെ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം വാങ്ങിക്കുന്നു, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹം ആകുന്നു. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുന്നത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയാകുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രിയരെ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ കേൾക്കപ്പെട്ട വചനത്തില് കർത്താവ് ഞങ്ങൾ ആദ്യം കേട്ടതുപോലെ ഞങ്ങളുടെ പൊസിഷൻ ഞങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിശുദ്ധിയിൽ എനിക്ക് ലഭിച്ച രക്ഷയിൽ ഞാൻ വളരുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ. പാപമുഖത്ത് നിൽക്കുമ്പോൾ എൻ്റെ പൊസിഷൻ ഞാൻ ഓർക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ അവഗണിച്ചു കളയുകയാണോ? പാപത്തിൽ രസിക്കുകയാണോ പ്രിയരെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ മാണിക്യത്തെ പോലുള്ള ഈ വിശ്വാസത്തെ കാത്തു സൂക്ഷിപ്പാൻ, ഈ രക്ഷയെ സൂക്ഷിപ്പാൻ കർത്താവെ ഞാനും വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ കർത്താവെ. അത് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് കർത്താവെ. കർത്താവിനോടൊപ്പം ചേർന്ന് അവിടുന്ന് എനിക്ക് തന്ന കൃപകൾക്കൊപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എനിക്ക് എൻ്റെ ഉള്ളങ്ങളിൽ ഒരു തീരുമാനമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.